ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള രണ്ട് കിടിലൻ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 2 ക്യാരറ്റാണ്. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 2 ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈ ക്യാരറ്റ് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ക്യാരറ്റ് വെള്ളം ഒഴിച്ച് തന്നെ വേവിക്കണം എന്നില്ല കേട്ടോ, ആവിയിൽ വെച്ചിട്ടും വേവിക്കാവുന്നതാണ്. ഇതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാനൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ഇനി നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് പപ്പായ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു പീസ് പപ്പായ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ക്യാരറ്റ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഭാഗം മാത്രമാണ് കേട്ടോ പപ്പായ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ പപ്പായ ഒത്തിരി അങ്ങ് കൂടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ജ്യൂസിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ എപ്പോഴും ക്യാരറ്റ് കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടി നോക്കണം. ഇനി ഇതിലോട്ട് വേവിച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഈ ഡ്രിങ്ക്സിൻ്റെ പേരെന്താണെന്ന്. അതെ, കണ്ണൂർ കോക്ടെയിലാണ്. അപ്പോൾ കണ്ണൂർ വന്ന് ഈ കോക്ടെയിൽ കുടിച്ചവരാരും അതിൻ്റെ ടേസ്റ്റ് മറന്നു കാണത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു കോക്ടെയിലിന്. ഇനി നമുക്ക് ഇതിലോട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ തണുത്ത പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് പാല് കട്ടയാക്കിയതുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ കയ്യിൽ പാല് കട്ടയാക്കിയതില്ലായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇതിലോട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഐസ് ക്യൂബും പാലും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പപ്പായ എടുക്കുമ്പോൾ നല്ല പഴുത്ത പപ്പായ തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് നല്ല പഴുത്ത പപ്പായയാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മധുരം ഉണ്ടാവും. പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. ഇപ്പം ഞാനിവിടെ 2 സ്കൂപ്പ് ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ വാനില ഫ്ലേവർ തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ കണ്ണൂർ കോക്ടെയിലിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് ഉറുമാമ്പഴമാണ്, നമ്മുടെ അനാറില്ലേ അതാണ് എടുത്തേക്കുന്നത്. ഇനി ഇതൊക്കെ നമുക്ക് ജ്യൂസിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു ഡെക്കറേഷന് വേണ്ടി മാത്രമല്ല കേട്ടോ, ആ ഒരു ജ്യൂസ് കുടിക്കുമ്പം ഇതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ കോൺഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് അനാറും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ നിറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. കറുത്ത മുന്തിരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് ഞാൻ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി എടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് മുന്തിരി വേവിക്കാനായിട്ട് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ആവശ്യത്തിന് വെള്ളവും പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മുന്തിരിയുടെ ഒപ്പത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കണം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ആ മുന്തിരിയുടെ തൊലിയൊക്കെ ഒന്ന് വിട്ട് വരുമല്ലോ, ആ ഒരു ടൈം വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്.
ആ ഒരു ടൈം വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആ മുന്തിരി ജ്യൂസിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ. ഭയങ്കര തിക്കായിരിക്കും നമ്മുടെ ആ ജ്യൂസ്. അത് മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്കൊക്കെ മുന്തിരി ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നാവും വായും ഒക്കെ ചൊറിയല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ വേവിച്ച് ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുന്തിരിയുടെ തൊലിയൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് നമ്മുടെ മുന്തിരി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കാം. ആ തൊലിയും കുരുവൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് പൊയ്ക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. കുറേ നാൾ കേടുകൂടാതിരിക്കും. മാത്രമല്ല, ഈ ചൂടത്തൊക്കെ നമുക്ക് പെട്ടെന്നൊരു ജ്യൂസ് കുടിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാനും പറ്റും. അപ്പോൾ ഇത് വെച്ച് ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ജ്യൂസ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ജ്യൂസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നേർപ്പിച്ചെടുക്കാം. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ടുള്ള ജ്യൂസാണ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാനിവിടെ അധികം തിക്കാക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി മുന്തിരി കിട്ടുമ്പോൾ ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി വെച്ചാൽ പിന്നീട് പെട്ടെന്ന് തന്നെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് കാണിച്ച 2 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.